നിഗൂഢമായ പല രഹസ്യങ്ങളും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് കണ്ടെത്താനായി സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നേരത്തെ അറിഞ്ഞതിനും അപ്പുറമുള്ള പല രഹസ്യങ്ങളും നമ്മളെ കാത്തിരിപ്പുണ്ടാകാം. അതിലൊന്നാണ് ജപ്പാനിലെ തായ്വാൻ സമീപത്തെ ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു അണ്ടർ വാട്ടർ പിരമിഡ്. ഏകദേശം 12,000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ നിഗൂഢ ഘടന ഒരു പുരാതന നാഗരികതയുടെ അവശേഷിപ്പാണോ അതോ പ്രകൃതിയുടെ അത്ഭുതമാണോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ലാതെ തുടരുന്നു. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട കഥകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ശാസ്ത്രലോകത്തിനു മുന്നിൽ വലിയ ചർച്ചകളാണ് ഇത് വഴിയൊരുക്കുന്നത്. യഥാർത്ഥത്തിൽ യോനഗുനി സ്മാരകത്തിനു മുന്നിലെ ചരിത്രം എന്താണ്? 1986 ജപ്പാന്റെ അറ്റ്ലാന്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പിരമിഡ് ജപ്പാനിലെ യോനഗുനി ദ്വീപിന് സമീപം മുങ്ങൽ വിദഗ്ധനായ കിഹാച്ചിറോ അററ്റാക്കിയാണ് ആദ്യമായി കണ്ടെത്തുന്നത്. ഏകദേശം 90 അടി ഉയരത്തിൽ സമുദ്രത്തിനടിയിൽ ഒരു പിരമിഡിന്റെ രൂപത്തിലായിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നതും. തുടക്കത്തിൽ ഇതൊരു പ്രകൃതിദത്ത പാറക്കൂട്ടമാണെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ അതിന്റെ കൃത്യമായ കോണുകളും പടവുകളോട് സാമ്യമുള്ള ഘടനയും ചതുരാകൃതിയിലുള്ള രൂപങ്ങളും ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് ഉത്തരത്തിൽ എത്തിച്ചേരുന്നു. എന്നാലും യഥാർത്ഥ സത്യം ഇന്നും പുറത്തു വന്നിട്ടില്ല. ഈ കണ്ടെത്തലിന് ശേഷവും 4 പതിറ്റാണ്ടുകളായി ഗവേഷണങ്ങളും നിരവധി ചർച്ചകളും തുടരുകയാണ്. കൂടാതെ പുരാവസ്തു ഗവേഷകർക്കിടയിൽ ഇത് വലിയൊരു തർക്ക വിഷയമായി മാറി. കാരണം ഒരു വിഭാഗം ഗവേഷകർ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. പടവുകൾ, കമാനങ്ങൾ, പാറകളിൽ കാണപ്പെടുന്ന കൊത്തുപണികൾ എന്നിവയെല്ലാം മനുഷ്യന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് വാദിക്കുമ്പോൾ മറുവിഭാഗം ആളുകൾ ഇത് പ്രകൃതിദത്ത പാറക്കൂട്ടങ്ങളാണെന്ന് പറയുന്നു. എന്നാൽ മസാക്കി കിമുറ ഉൾപ്പെടെയുള്ള ഗവേഷകർ ഇതൊരു സ്മാരകത്തിന്റെ നിർമ്മാണ രീതിയാണെന്നും പുരാതന മെസോലിത്തിക് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ജപ്പാനിൽ അറ്റ്ലാന്റിക്സ് പോലെ ഒരു നാഗരികത നിലനിന്നിരുന്നുവെന്നും പറയുന്നു. എന്നാൽ പുരാവസ്തു ഗവേഷകനായ ഫ്ലിൻ ഡിബിൾ അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് ഇതിനെ പ്രകൃതിയുടെ പ്രതിഭാസമായി കാണുന്നത്. പ്രകൃതിക്ക് വിചിത്രമായ രൂപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഈ സ്മാരകത്തിൽ മനുഷ്യനിർമ്മിതമായ വാസ്തുവിദ്യയുടെ തെളിവുകളൊന്നും കണ്ടില്ല എന്നും ഭൂകമ്പങ്ങളും സമുദ്ര പ്രവാഹങ്ങളും കാരണം പാറകൾക്ക് ഇങ്ങനെയുള്ള രൂപങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെന്നും വാദിക്കുന്നു. ഇനി ഈ സ്മാരകം മനുഷ്യർ നിർമ്മിച്ചതാണെങ്കിൽ ഈ പ്രദേശം മുഴുവൻ 10,000 വർഷത്തിനു മുന്നേ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയും ഏറെയാണ്. യഥാർത്ഥത്തിൽ യോനഗുനി സ്മാരകം മനുഷ്യനിർമ്മിതമാണെങ്കിൽ അത് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. കാരണം ഈജിപ്ഷ്യൻ പിരമിഡുകളും സ്റ്റോൺ ഹെഞ്ചും പോലുള്ള പുരാതന സ്മാരകങ്ങളെക്കാൾ പഴക്കമുള്ളതാകാം ഈ ഘടന എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 12,000 വർഷം മുമ്പ് ഹിമയുഗത്തിന്റെ അവസാനത്തിൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നു. ആ ഒരു കാലത്ത് ആധുനിക മനുഷ്യനേക്കാൾ വളരെ പിന്നിലായിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇത്രയും വലിയ ഒരു നിർമ്മിതി എങ്ങനെ ചെയ്തു എന്നും ഇവിടെ വലിയ ചോദ്യമാണ്. അതിനാൽ ഇത് മനുഷ്യന്റെ പരിണാമ ചരിത്രത്തെയും നാഗരികതകളുടെ ഉദ്ഭവത്തെയും സംബന്ധിച്ച നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തിയെഴുതാൻ ചിലപ്പോൾ ഇടയാക്കാം. ജപ്പാന്റെ അറ്റ്ലാന്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന യോനഗുനി സ്മാരകം ഇന്നും ഒരു രഹസ്യമായി തുടരുകയാണ്. ഇത് മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതി സമ്മാനിച്ച അത്ഭുതമാണോ എന്നത് കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ വരും കാലങ്ങളിൽ ശാസ്ത്രലോകം കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുമെന്നും ഇത് കണ്ടെത്തുന്നുമാണ് പ്രതീക്ഷ. അതിനാൽ ഈ പിരമിഡിന്റെ പിന്നിലെ യഥാർത്ഥ കഥ എന്നെങ്കിലും വെളിച്ചത്ത് വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.